ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓഗസ്റ്റ് മാസം 17-ാം തീയതി നവീകരണ ദിനമായി റിഫോർമേഷൻ സൺഡേ ആയിട്ട് സഭ വേർതിരിച്ചിരിക്കുകയാണല്ലോ. അനുദിനം ശുദ്ധീകരിക്കപ്പെടേണ്ട സഭ, ചർച്ച് ദാറ്റ് നീഡ്സ് ടു ബി ക്ലെൻസ്ഡ് എവറി ഡേ എന്ന ചിന്താവിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അന്നേ ദിവസം ഏവൻഗലിയോൻ ഭാഗമായി വായിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും മത്തായി 21-ാം അധ്യായം 12 മുതൽ 17 വരെ, ലൂക്കോസ് 19 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. യേശു കർത്താവിൻ്റെ വേറിട്ടുള്ള ഒരു സമീപനമാണ് നാം ഇവിടെ കാണുന്നത്. സൗമ്യനും ശാന്തനും ആയ യേശു കർത്താവിൻ്റെ വേറിട്ട ഒരു മുഖമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമ്മൾക്കറിയാം, യേശു കർത്താവ് ചെറുപ്രായം മുതൽ ദൈവാലയവുമായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നു. ദൈവാലയത്തിൻ്റെ ഓരോ കോണുകളും ഇടങ്ങളും നന്നായി തിരിച്ചറിഞ്ഞ, നന്നായി അറിയാവുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. എന്നാൽ ഈ പ്രത്യേക ഘട്ടത്തിൽ വളരെ ക്ഷുഭിതനായി യേശുവിനെ നാം ഇവിടെ ദർശിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം യേശു കർത്താവ് ഇപ്രകാരം പ്രതികരിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം ആരംഭിക്കുന്നത് യെരുശലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനമാണ്. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിൽ പ്രവേശിക്കുകയും അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ബഥാനിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സംഭവം നാം വായിക്കുന്നു. ബാല്യകാലത്തിൽ 3 ദിവസം ചെലവഴിച്ച ക്രിസ്തു ഇവിടെ ഒരു ദിവസവും പോലും ദൈവാലയത്തിൽ ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രമാത്രം ദൈവാലയം ക്രിസ്തുവുമായിട്ട് അകന്നിരുന്നു. പിന്നീട് നാം കാണുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41-ാം വാക്യത്തിൽ യേശു കർത്താവ് യെരുശലേമിലെ നോക്കി കരഞ്ഞതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. വീണ്ടും 44-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് പറയുകയാണ്. ആത്മീകവും ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള അധപതനത്തെ, അതിൻ്റെ ഭവിഷ്യത്തിനെ യേശു കർത്താവ് മുൻകൂട്ടി കാണുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം വീണ്ടും വായിക്കുന്നത്, യേശു കർത്താവ് ബഥാനിയയിലേക്ക് മടങ്ങി വരുന്ന നിമിഷത്തിൽ അവന് വിശന്നു. തളിരുള്ള ഇലകളുള്ള അത്തിവൃക്ഷത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തു നിരാശിതനായി തീരുന്ന സന്ദർഭം നാം കാണുന്നു. ഇതിൽ നിന്നെല്ലാം നാം കാണുന്നത്, പുറമേ ഫലമുണ്ടെങ്കിലും അകമേ കായ്ക്കാത്തതായിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് യേശു ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അനീതിയും കപടഭക്തിയും ദൈവാലയ ദുരുപയോഗവും യേശുവിനെ അസ്വസ്ഥനാക്കി. ഈ ഭാഗത്ത് നിന്ന് ദൈവാലയവും ആരാധനയും എങ്ങനെ ആയിരിക്കണമെന്നും എന്തിനു വേണ്ടി ആയിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഇടങ്ങൾ.
the spaces that need to be purified. വിജാതിയർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഇടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സാധാരണക്കാരുടെ ഇടമാണിത്. ആത്മഭാരത്തോടെ ആരാധനയുടെ ഭാഗമാകുന്ന ഒരു ജനസമൂഹത്തിന് ചില ഇടനിലക്കാരുടെ ഇടപെടൽ ഉണ്ടാകുകയാണ്. വികാര പ്രകടനങ്ങളും പ്രഹസനവുമായി സത്യ ആരാധന മാറുമ്പോൾ അന്നും ഇന്നും അത് ഒരു യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇത്തരം പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുന്ന ക്രിസ്തു ശൈലി ആണ് സഭ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. ആത്മീയതയെ ഭൗതിക നേട്ടമായി ഉപയോഗിക്കുന്നത് തിരുത്തപ്പെടണം. ആരാധനയിടങ്ങളും വിശ്വാസ സമൂഹങ്ങളും ശുദ്ധീകരിക്കപ്പെടണം. ഭവനങ്ങൾ ഒരുക്കപ്പെടണം. നല്ല പതിവുകൾ സൃഷ്ടിക്കപ്പെടണം. ദൈവവചനം വായിക്കപ്പെടണം. വ്യക്തികൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 23 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ യോശിയാവിൻ്റെ കാലത്ത് നടന്ന നവീകരണം വിവരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട നിയമപുസ്തകത്തെ വീണ്ടെടുക്കുകയും അവിടെ യോശിയാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അനുതാപത്തിലേക്കും നവീകരണത്തിലേക്കും പുതിയ ജീവിത അനുഭവങ്ങളിലേക്കും അവരെ മാറുന്ന ഒരു ഭാഗം നാം വായിക്കുന്നുണ്ട്. ദൈവവചനം തുറക്കപ്പെടുകയും വചനം കാലിന് ദീപമായി മാറുകയും സത്യദൈവത്തിലേക്ക് മടങ്ങി വരുന്നതാണല്ലോ നവീകരണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ശക്തീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ, the virtues that should be valued. എൻ്റെ ആലയം പ്രാർത്ഥന ആലയം, അത് കൃത്യമായി യേശു കർത്താവ് നിർവചിക്കുകയാണ്. ഈ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് നാം ഇന്ന് ശ്രമിക്കേണ്ടത്. ദൈവവും ദൈവജനവുമായിട്ടുള്ളൊരു ഉടമ്പടി ബന്ധം, ആ ഒരു സംസർഗത്തിലേക്ക് വരിക എന്നതാണ് ശക്തീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങളിൽ നാം അർത്ഥമാക്കുന്നത്. നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമയിൽ അവളുടെ വിലയേറിയ ഒരു ദ്രഹ്മ നഷ്ടപ്പെടുമ്പോൾ ആ സ്ത്രീ അതിനുവേണ്ടി അന്വേഷിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു. മൂന്നാമതായിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ട ചില സംസ്കാരങ്ങൾ, ദ കൾച്ചേഴ്സ് ദാറ്റ് നീഡ് ടു ബി ട്രാൻസ്ഫോംഡ്. അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. നവീകരണം എന്ന് പറയുന്നത് ഒരു നിലപാടിൻ്റെ ശബ്ദമാണ്. അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ആത്മീയതയോടുള്ള ചെറുത്തുനിൽപ്പാണ്. അനീതിയും കപടഭക്തിയും ദൈവാലയ ദുരുപയോഗവും വാണിജ്യവൽക്കരിക്കപ്പെട്ട വിശ്വാസവും വിഭാഗീയ മനോഭാവവും സഭയുടെ ദൗത്യത്തെ പിന്നിലാക്കുന്ന പുതു സംസ്കാരങ്ങളാണ്. നമ്മുടെ ഹൃദയങ്ങളെ, ആരാധനയെ പുതുക്കുവാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് നവീകരണ ദിനം. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുക. ഈ നവീകരണ ദിനത്തിൽ നമ്മളെയും നമ്മുടെ ആരാധന ജീവിതത്തെയും വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കുവാൻ ഇടയാകട്ടെ. ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നമുക്ക് വേരൂന്നാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.